വർഷങ്ങളായിട്ട് പോരാടിക്കൊണ്ടിരുന്നൊരു കേസിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുകയാണ്. ആ വിധിയെ എങ്ങനെ കാണുന്നു? ദൈവത്തിൻ്റെ സ്തുതി, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഇത് ഭംഗിയായിട്ട് അവസാനിച്ചു. എന്തായാലും 10 വർഷം ഞങ്ങളിത് ഈ പാവവാരം സ്ഥിരസ്ഥിതിയായിട്ട് നടക്കുകയായിരുന്നു. അന്നൊരു മോചനം കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ഒരു ഈ കേസ് വന്നതിന് ശേഷം ഷൈൻ ടോം ചാക്കോയുടെ കരിയർ ബ്രേക്കായിട്ട് ഫീൽഡിൽ നിന്ന് ഔട്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. ആ വിമർശനത്തെ ഈ അവസരത്തിൽ എങ്ങനെ വന്നിരുന്നു? അല്ല, വിമർശനം പറയണ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം അത് ഫേക്കായിട്ടുള്ളൊരു റിസൾട്ട് ന്യൂസാണെന്നും കാര്യങ്ങളാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അതിൻ്റെ പേരിൽ കരിയറിൽ അവനെ പറ്റി തരം താഴ്ത്തേണ്ട യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവനും അനുദിനം അവൻ്റെ ഫീൽഡ് നന്നായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഈ കേസ് വന്നതിന് ശേഷം ഫാമിലിയുടെ മാനസികാവസ്ഥ, അല്ല അച്ഛനെന്ന നിലയിൽ സാറിൻ്റെ മാനസികാവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലിയൊക്കെ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നു? ഫാമിലി വെച്ചാൽ വിഷമം ആദ്യം ഇത് വന്നപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരാളുടെ മകൻ്റെ പേരിൽ ഒരു ആരോപണം വരുമ്പോൾ അതിൻ്റേതായ വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ആ വിഷമം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നൊക്കെ അതിജീവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊന്നൊക്കെ അതിജീവിച്ച് ഇപ്പോൾ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട്. ഇല്ല, അവൻ ഇവിടെ മണിപ്പാൽ ഒരു ഹില്ല് കാട്ടിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് റേഞ്ച് കിട്ടാതിൻ്റെ പേരിൽ അവരായിട്ട് ബന്ധപ്പെടാതെ വരെ സാധിച്ചിട്ടില്ല. ഷൈൻ ടോം ചാക്കോയുടെ ഇപ്പോൾ ഈ റീസെൻ്റ് വരുന്ന ഭൂരിഭാഗം സിനിമകളെയും എങ്ങനെയാണ് അച്ഛനെന്ന നിലയിൽ സിനിമയിൽ ഇടപെടാറുണ്ട്? സിനിമയിൽ ഇപ്പോൾ ഷൈൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത് ഞാനാണ്. അപ്പോൾ അവൻ്റെ സിനിമയിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ഇപ്പോൾ നിയന്ത്രിച്ച് നടക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഷൈനും ഞാനൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പടം അടുത്ത മാസം റിലീസാണ്. ഡയറക്ടർ സോജൻ ജോസഫാണ് ഡയറക്ടർ. പടത്തിൻ്റെ പേര് ഏഞ്ചൽ നമ്പർ 16. അത് അടുത്ത മാസം റിലീസാവും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ റിസൾട്ടും വന്നതിൻ്റെ പേരിൽ വളരെയധികം സന്തോഷമുണ്ട്. ഷൈൻ ചാക്കോ ഉണ്ട്, ഷൈൻ്റെ ബ്രദർ ജോൺ ചാക്കോ, രണ്ടുപേരും അതിൽ ലീഡിങ് റോളാണ് അഭിനയിക്കുന്നത്. അല്ല, ജോൺ ഇതിനു മുന്നേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്യാനുള്ള ബസൂക്കയിലുണ്ട്, അത് റിലീസാവാനുള്ള പടമുണ്ട്. അതിന് മുന്നേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കടാക്ഷമുള്ളതിൻ്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്. ദൈവത്തിനോട് സ്തുതി പറയുന്നു. പിന്നെ ഹാപ്പിയാണ്. പിന്നെ 10 വർഷം ഞങ്ങൾ പത്മയൂഹത്തിൽ പെട്ടമാതിരി ഒരു കേസിൻ്റെ ഇടയിൽ പെട്ടുകയറാണ്. ഞങ്ങൾ കൂടുതൽ അന്വേഷണത്തിനൊന്നും പുറപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ സ്വതന്ത്രമായി. ഇനി ഞങ്ങൾ ഇതിൻ്റെ ആരെങ്കിലും ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വിധി വന്നതിന് ശേഷം ഞങ്ങൾ അന്വേഷിക്കും. അതിനെപ്പറ്റി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. പെടുത്തിയതാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അത് കോടതിയുടെ ചട്ടക്കൂടുള്ള കാരണം ഞങ്ങളത് അതിനെപ്പറ്റി ഞങ്ങളുടെ വക സ്വന്തമായ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കോടതിയുടെ അതിന്ന് നമ്മൾ മുക്തമായതിൻ്റെ പേരിൽ ഇനി തുടർന്നൊരു അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. അത് വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. ആ ടൈമിൽ കേസിലൊക്കെ ആരോപിച്ചിട്ടുള്ള സ്ത്രീകൾ അവരെ കുറിച്ച് പിന്നീട് പോയിട്ടുള്ള കേസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അവരെ കോടതിയിൽ വെച്ച് കാണാമെന്നല്ലാതെ വേറെ അവരായിട്ടുള്ള ബന്ധപ്പെട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവരെ മുമ്പും അറിയില്ല. അതിൽ ആകെ ഒരാളെ നമ്മൾ മുൻപ് ഷൈൻ അറിയുള്ളൂ. ബാക്കിയുള്ളവരെയൊന്നും ഷൈനും അറിയില്ല. അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടിയെന്ന് മാത്രമുള്ളവരെ. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 10 വർഷം അനുഭവിച്ചതിന്ന് ഞങ്ങൾക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട്. ഈ 10 വർഷം പിന്നെ കുടുങ്ങുന്നതിൽ സിനിമ ഇൻഡസ്ട്രിക്ക് അടക്കം എന്ത് കാര്യം പറഞ്ഞാലും സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരിയാണ് ഉപയോഗിക്കുന്നത്, ലഹരി മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം ഷൈൻ ടോം ചാക്കോ ആണെന്നാണ് പറയാറ്. ഇനിയിപ്പോൾ ആ ഉദാഹരണം പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി അപ്പം ഇനി സിനിമാ മേഖലയിൽ ലഹരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും നടക്കണ്ട. ഇനി ആകെ 10 വർഷത്തിനിടയ്ക്ക് ആകെ പറയാൻ പറ്റിയുള്ളത് ഷൈൻ്റെ ഒരു പേരാണ്. അതിപ്പോൾ കോടതി വിട്ടതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അതാരും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ദൈവത്തെ അനുഗ്രഹം. പ്രൊജക്റ്റുകൾ വളരെയധികം വരാനുണ്ട്. ഇനിയിപ്പോൾ ചാട്ടുളി ഈ ആഴ്ച റിലീസുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ നമ്പർ 16 സ്വന്തം പ്രൊഡക്ഷൻ റിലീസാവാണ്ട്.
പിന്നെ പടങ്ങൾ പേര് പറയുമ്പോൾ കുറേ പടങ്ങൾ ഉണ്ട്. ശുക്രൻ ഉണ്ട്, സൂത്രവാക്യം, പിന്നെ ലിറ്റിൽ ഹാർട്സ്, അതൊക്കെ ഇപ്പോൾ അടുത്ത് റിലീസാവാനുള്ള പടങ്ങളാണ്. അപ്പോൾ ശരി.